രാധേ കൃഷ്ണ. സർവ്വദുഃഖങ്ങളും അകറ്റുന്ന മുരുകന്റെ 6 ദിവ്യക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഐതിഹ്യ കഥകൾ തുടരുന്നു. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരെയാണ് സ്വാമിമലൈ. മുരുകന്റെ ഏറ്റവും അഴക് വീടായാണ് 4ാം വീടായ സ്വാമിമലൈ കരുതി വരുന്നത്. അറിവും അഴകും ദൈവകാരുണ്യവും നൽകുന്ന നാഥനായതുകൊണ്ട് സ്വാമിമലൈ മുരുകന് സ്വാമിനാഥൻ എന്ന പേരുണ്ട്. രാജഗോപുരവും കൽമണ്ഡപവും കടന്നു ചെന്ന് ഉഗ്രരൂപിയായ വല്ലഭ ഗണപതിയെ ദർശിക്കാം. തമിഴാണ്ടിനെ കുറിക്കുന്ന 60 പടികൾ കയറി ചെന്നാൽ നേത്രവിനായകനെ തൊഴാം. അന്ധയായ ഒരു സ്ത്രീ സ്വാമിമലയിൽ വന്ന് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ച് കാഴ്ചശക്തി നേടിയെന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ ഗണപതിയെ നേത്രവിനായകൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ദണ്ഡായുധത്തോടെ ഏകനായി നിൽക്കുന്ന സ്വാമിനാഥനെ ദർശിക്കാം. ജ്ഞാനം പകരുന്ന മുഖത്തോടെ തെക്കോട്ട് ദർശനമേകിയാണ് മുരുകൻ നിൽക്കുന്നത്. സവിശേഷ ദിവസങ്ങളിൽ സ്വർണ്ണ കവചവും രത്നകിരീടവും അണിഞ്ഞു നിൽക്കുന്ന സ്വാമിനാഥനെ കാണാൻ ധാരാളം ഭക്തർ എത്തിച്ചേരാറുണ്ട്. മുരുകനെ ദർശിച്ച് വലതുഭാഗത്തേക്ക് ചെന്നാൽ സരസ്വതി ദേവിയുണ്ട്. നടരാജഗുരു, സഭാപതി എന്നീ പേരുകളിലുള്ള യോഗിവര്യന്മാരുടെ പ്രതിഷ്ഠകളുമുണ്ട്. ബ്രഹ്മാവും മുരുകനുമൊരിക്കൽ ഓങ്കാര മന്ത്രത്തിന്റെ പേരിൽ തർക്കമായി. മന്ത്രങ്ങളുടെ മൂലാധാരമായ ഓങ്കാരത്തിന്റെ അർത്ഥം ശരിയായി ബ്രഹ്മാവിന് അറിയാതെ വന്നതിനാൽ മുരുകൻ ബ്രഹ്മാവിനെ തടങ്കലിട്ടു. ശിവന്റെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് മുരുകൻ ബ്രഹ്മാവിനെ വിട്ടയച്ചു. എന്തിനാണ് ബ്രഹ്മാവിനെ തടങ്കലിട്ടതെന്ന് ചോദിച്ച ശിവനോട് മുരുകൻ മന്ത്രങ്ങളുടെ ശക്തി ഉൾക്കൊള്ളുന്ന പ്രണവമന്ത്രമായ ഓങ്കാരത്തെ പറ്റി അറിയാതെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതെന്നായിരുന്നു മുരുകന്റെ ഉത്തരം. ജ്ഞാനപ്പൊരുളായി സുബ്രഹ്മണ്യനോട് ശിവൻ ഓങ്കാരത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രണവമന്ത്രത്തെ ശിവന് വ്യാഖ്യാനിച്ചു കൊടുത്ത സ്ഥലമാണ് സ്വാമിമലൈ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് സ്വാമിമലൈ അറിവ് പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണെന്ന് കരുതി വരുന്നത്. അച്ഛൻ ശിഷ്യനായി കൈകെട്ടി നിന്നുകൊണ്ടും മകൻ ഗുരുവായി ഇരുന്നുപദേശം നൽകുന്ന ഈ സ്ഥലത്തെ മുരുകനെ സ്വാമിമലൈ കിഴവനെന്നും അറിയപ്പെടുന്നു.